നമ്മളങ്ങനെ മെല്ലെ ഇന്ന് ഒരു 2 വീലർ ഇലക്ട്രിക് ആദ്യമായിട്ടാണ് നമ്മളൊരു ഇലക്ട്രിക് വാഹനം മേടിക്കാൻ പോകുന്നത്. അപ്പം ഇലക്ട്രിക് വാഹനം മേടിക്കാൻ വേണ്ടി നമ്മുടെ അമ്പാട്ടുകാവ് ആണ് ലൊക്കേഷൻ വരുന്നത്. റിവോൾട്ടിൻ്റെ ഷോറൂമിലേക്ക് പോകും. റിവോൾട്ടിന് തന്നെ ഒഡീസി എന്ന് പറഞ്ഞൊരു ചെറിയ ബ്രാൻഡുണ്ട്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഭയങ്കര പോർഷ് സംഭവം എടുക്കുന്നില്ല. നോർമൽ ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ദൂരം ഓടിക്കാൻ പറ്റുന്നൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ചാർജ് കുത്തിയിടാൻ പറ്റുന്നൊരു സെറ്റപ്പ് വേണമായിരുന്നു. അപ്പോൾ അത് നോക്കിയാൽ നമ്മൾ ഈ റിവോൾട്ടിൻ്റെ ഹോക്ക് പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ആ ഹോക്ക് പ്ലസ് മോഡൽ സെലക്ട് ചെയ്ത് അതാണ് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 1 മാസത്തോളം ബുക്ക് ചെയ്തിരുന്നത്. കുറച്ച് വർക്കും പിന്നെ സാധനം കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് നിന്ന് വണ്ടി വരാൻ വേണ്ടി താമസം വന്നു. ഞാനിപ്പോൾ വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ രാവിലെ ഇന്ന് എടുക്കാൻ വേണ്ടി പോവാണ്. രാവിലെ നല്ല മഴ മാറിയതേ ഉള്ളൂ. മഴയൊക്കെ പെയ്ത് റോഡൊക്കെ ഇങ്ങനെ കുതിർന്ന് കിടക്കും. ഇപ്പോൾ നമ്മൾ വൈറ്റ് കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള ഷെയ്ഡ്സ് ബ്ലാക്കോ മെറ്റാലിക്കൊക്കെ എടുക്കും. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. വെള്ളക്കകത്ത് പച്ച നെയിം ബോർഡ് ആകുമ്പോൾ ഒരു രസം ഉണ്ടാവും. മഴ വീണ്ടും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മെട്രോ പില്ലറിൻ്റെ അടി കൂടെ പോകുന്നുണ്ടെന്നു. വലിയ മഴ അറിയുന്നില്ല. അങ്ങനെ നമുക്ക് ടൈം തന്നിരിക്കുന്നത് ഒരു 10:30-11 മണിക്കാണ്. ഇപ്പോൾ സമയം ആവറായി. നമ്മൾ അവിടെ ചെന്ന് വണ്ടി എടുത്ത് നോക്കാം എന്താണ് അവസ്ഥ. അതെനിക്കറിയാം. ആ വഴിയല്ല, ഇവിടുന്ന് പോകാൻ വഴിയാണ്. ഇനി അങ്ങോട്ട് പോവാതെ ഇവിടുന്ന് വല്ലതും ക്ഷീണം തോന്നുമ്പോൾ കോമറ്റിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് എന്റെ ലാപ്പില് ടാർഗറ്റ് കോമറ്റ്സ്.
റിവോൾട്ടിൻ്റെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. റിവോൾട്ടിൻ്റെ ഷോറൂമിലെത്തി ഈ വണ്ടി ഫൈനൽ ടച്ചപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. പൗഡറും കൺമഷിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക വണ്ടിയാണ് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്കിൽ അവരുടെ എന്തോ ഫ്ലെക്സ് ബോർഡ്സൊക്കെ കൊണ്ടുവെക്കണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വണ്ടി. എന്താണ് അവസ്ഥ, എങ്ങനെയുണ്ട് ലുക്സൊക്കെ? ആരെങ്കിലും ഈ വണ്ടി ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനിയിപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും എടുത്തു, നല്ല അഭിപ്രായങ്ങൾ പറയാം. ഇതിൻ്റെ ഫ്രണ്ടിലൊരു പ്രശ്നം തോന്നി, അവർ ആ ഫുഡ് റെസ്റ്റ് പോലും അതിൻ്റെ കൂടെ തന്നിട്ടില്ല. നമ്മൾ അവിടുന്ന് ഈ അക്സസറി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴില്ലെന്ന് പറയുന്നത്. വെളിയിൽ നിന്ന് എന്തെങ്കിലും ഗ്രാസോ അങ്ങനെ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് കട്ട് ചെയ്തിടാനാണ് പറയുന്നത്. അതപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യണം. അതില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഭയങ്കര ബോർ ഫീലായിരുന്നു. വണ്ടിയുടെ ഓണർ കണ്ട് മാസ്ക് ഒക്കെ ഇട്ട് കുറേ നിൽക്കും. ഓണർ 4 സൈഡും കൂടെ തപ്പി നോക്കുകയാണ് വണ്ടിക്ക് എന്തെങ്കിലും ഫോൾട്ടുകളുണ്ടോ. ഓണർ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. RC ഓണറിൻ്റെ ഇൻസ്പെക്ഷന് ശേഷം നമ്മൾ വണ്ടി ഡെലിവറിയിലേക്ക് നിയോഗിക്കുകയാണ്. അതിലെന്തോ ചെറിയ പേപ്പർ വർക്കുകളുണ്ട്, അതിലെല്ലാം ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തിട്ട് സ്ഥലം വരും. വൈറ്റ് കളർ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു ഇതുണ്ടാവും. നമുക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന ആൾ തെക്കോട്ട് വടക്കോട്ടൊക്കെ ഓടി ഉറപ്പുണ്ട്. അപ്പോൾ ആൾ വണ്ടി തരാനുള്ള പത്രപ്പാടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്ലെക്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല വണ്ടി അങ്ങോട്ട് നീക്കാം. നമ്പറോളജി വെച്ച് നോക്കുമ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ. 978 16 24 28 31 ഒന്നും കുഴപ്പമില്ല, നല്ല നമ്പറാണ് അല്ലേ. ആ രീതിയിലും വലിയ കുഴപ്പമില്ല. 9 8 7 17 24 28 28 കുഴപ്പമില്ല, ഒന്നാമത്. നമ്മുടെ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മെല്ലെ വണ്ടിയുടെ കീ അങ്ങോട്ട് ഏറ്റുവാങ്ങുകയാണ്. ഏറ്റുവാങ്ങി ചെറിയൊരു ദക്ഷിണയൊക്കെ നമ്മൾ കൊടുക്കും. ദക്ഷിണ പുള്ളിക്ക് വേണ്ടെന്ന് പറയുന്നത്, അതും കുഴപ്പമില്ല. ദക്ഷിണയൊക്കെ കൊടുത്തു ഐശ്വര്യമായിട്ട് അങ്ങോട്ട് മേടിച്ചു. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. ടാറ്റാ, ബൈ ബൈ. കൊടുത്തോ, നീ എടുത്തിട്ട് നീ എടുത്തിട്ട് ആള്